ഈ കാണുന്ന അയ്യപ്പൻ്റെ ഗോപുരം എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഒന്ന് ജസ്റ്റ് പോയിട്ട് നമുക്ക് കണ്ടുപോകാം. ഈ ഗോപുരം ഉണ്ടാക്കുന്നതിന് ഏകദേശം 4 മണിക്കൂറോളം സമയം നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഡിസംബർ 31 രാത്രിക്കാണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4 വശങ്ങളിൽ കുറ്റിയടിക്കുക എന്നതാണ്. ഈ കാണുന്ന വാഴപ്പോളകളാണ് ഇതിൻ്റെ ആവശ്യത്തിന് കൂടുതലായിട്ടും വരുന്നത്. ഈ അടിച്ചു വെച്ച 4 കുറ്റികളിൽ ഇത്തരത്തിലുള്ള വാഴപ്പോളകൾ, കുറച്ചധികം കട്ടിയുള്ള വാഴപ്പോളകൾ അടിച്ച് തറപ്പിക്കും. ഇതിൻ്റെ തൂണുകൾക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കമ്പ് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മേൽക്കൂര. മേൽക്കൂരയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വാഴക്കൂമ്പാന്ന് വെച്ചിട്ടുള്ളത് നമ്മൾ. പിന്നെ ഇതിൻ്റെ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചത് തെങ്ങിൻ്റെ കുരുന്നോലയാണ്. ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വരുന്നത് ഇതിൻ്റെ അലങ്കാര പണികൾക്കാണ്. ഗോപുരത്തിൻ്റെ മേൽക്കൂരയും വശങ്ങളും വാഴപ്പോള ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഫില്ലാക്കിയത്. പിന്നെ ഗോപുരത്തിൻ്റെ പണികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് ഇതിൻ്റെ അലങ്കാര പണികളാണ്. ഇത് ചെയ്യാൻ ഏകദേശം നല്ല സമയം എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ ഇത് സിമ്പിളാണ്, എന്നാലും നമ്മൾ 5 പേര് ചേർന്നിട്ടാണ് ഇതുണ്ടാക്കിയത്. ഇതാണ് ഞങ്ങൾ രാത്രിയിൽ ഉണ്ടാക്കിയ ഗോപുരം. ഞങ്ങളുടെ നാട്ടിലെല്ലാം ഈ കെട്ടുമുറുക്കലിൻ്റെ സമയത്ത് ഇതുപോലുള്ള ഗോപുരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് കെട്ടുമുറുക്ക് നടത്തൽ. പുത്ര മോഹനരൂപ മോഹനരൂപ സത്യസ്വരൂപ സത്യസ്വരൂപ എൻ ഗുരുനാഥ എൻ ഗുരുനാഥ ഗുരുവിൻ ഗുരുവേ ഗുരുവിൻ ഗുരുവേ സ്വാമിയപ്പ സ്വാമിയപ്പ സ്വാമിമാരെ അയ്യപ്പന്മാരെ അയ്യപ്പന്മാരെ കാനനവാസ കാനനവാസ